തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി. ദശമി ദിവസമായ തിങ്കളാഴ്ച ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുന്നതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന ശാസ്താവ് കല്ലുപാലത്തിനടുത്തു നിന്ന് മേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളി. തുടർന്നാണ് ഭഗവാനുമായുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ്. വൈകിട്ട് ആനച്ചമയ പ്രദർശനം. ഹരേരാമ. ഏറെ പ്രസിദ്ധമായ തൃപ്രയാർ ഏകാദശി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളതാണ്. പ്രസിദ്ധരായ കലാകാരന്മാർ മേളത്തിനും പഞ്ചവാദ്യത്തിനും അണിനിരക്കുന്നതും അതോടൊപ്പം തന്നെ പ്രശസ്തരായ ആനകൾ എഴുന്നള്ളിപ്പിനെ അണിനിരക്കുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തൃപ്രയാർ ദേവസ്വത്തിൻ്റെയും നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടു കൂടി ഇവിടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട ആസൂത്രണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്നും ദശമി ദിവസമായ തിങ്കൾ, ഏകാദശി ദിവസമായ ചൊവ്വ 2 ദിവസവും ഡോക്ടർമാരോട് കൂടിയ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ നടപ്പരയിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ സംഗീതോത്സവത്തിന് പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ സമാപനമാകും. രാത്രി 10-ന് ദശമി വിളക്ക് എഴുന്നള്ളിപ്പ്. ഏകാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8-ന് നടക്കുന്ന ശീവേലയിൽ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റും. 20-ലേറെ ആനകൾ ശീവേലയിൽ അണിനിരക്കും. കിഴക്കൂട്ട് അനിയന്മാരാർ പഞ്ചാരിമേളത്തിന് പ്രാമാണികനാകും. കാഴ്ച ശീവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ പ്രാമാണികത്വത്തിൽ ധ്രുവം മേളവും, വിളക്കെഴുന്നള്ളിപ്പിന് തൃപ്രയാർ അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ മേളവും അകമ്പടിയാകും. ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളൽ, വൈകിട്ട് പാഠകം, ദീപാരാധന, പഞ്ചവാദ്യം, നാഗസ്വരം, ഭരതനാട്യ കച്ചേരി, നൃത്താഞ്ജലി എന്നിവയും ഉണ്ടാകും. ബുധനാഴ്ച പുലർച്ചെ തൃപ്രയാർ രമേശന്മാരാർ പഞ്ചവാദ്യം അവതരിപ്പിക്കും. തുടർന്ന് ദ്വാദശി പണ സമർപ്പണവും ദ്വാദശിയൂട്ടും നടക്കും. ഏകാദശി ചടങ്ങുകൾ TCV ഗ്രാമീയ ഓർബിറ്റ് ചാനലുകളിൽ തത്സമയ സംപ്രേഷണവുമുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സാധാരണ രീതിയിൽ ഇതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഹൈവേയിൽ നിന്നുമെല്ലാം വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ വാഹനങ്ങൾ പോളിടെക്നിക്കിൻ്റെയും TSTA സ്റ്റേഡിയത്തിൻ്റെയും അടുത്തുള്ള ദേവസ്വം സ്റ്റോക്ക് പുരപ്പറമ്പിൽ പാർക്ക് ചെയ്യാവുന്നതും ക്ഷേത്ര ദർശനത്തിന് വരാവുന്നതുമാണ്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുഴയ്ക്കക്കരെയുള്ള നാഗക്ഷേത്രത്തിന് എതിർവശത്തുള്ള പട്ടത്ത് രാമൻകുട്ടി മാസ്റ്ററുടെ പറമ്പിൽ കാർ പാർക്കിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.